ഹായ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടോ. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഉണ്ട് ചൊറിഞ്ഞൊറിഞ്ഞൊരു വിധമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഞാൻ ഡെർമോഡോക്കിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ ഗാർണിയറിൻ്റെ ക്രീമാണ്. ഇതിൽ SPF ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്രീമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫോക്സ്ടെയിലിൻ്റെ ഒരു ഗ്ലോ മോയ്സ്ചറൈസറും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. നമുക്കൊരു ഹൈലൈറ്റർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറും കൂടിയാണ്. അപ്പോൾ ഞാൻ അതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കേട്ടോ ഇടുന്നത്. അതിന് ശേഷം നമുക്ക് കോമ്പാക്റ്റ് പൗഡർ വേണമെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്കിന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെറ്റ് ചെയ്യണമൊന്നുമില്ല, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഹൈലൈറ്ററും കൂടി ആകുമ്പോൾ നമുക്കത് ഒരു മാറ്റ് ലുക്കിലേക്ക് പോവും. അതുകൊണ്ട് ഞാൻ അതെടുത്ത് സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതിന് ശേഷം ഞാൻ ഐബ്രോസാണ് ഞാൻ ചെയ്യുന്നത്. ഇതേതാ ബ്രാൻഡ് എന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എന്താ പറയുക, ആ സ്പൂല് വെച്ച് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ലാക്മേയുടെ ഒരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഐലൈനർ യൂസ് ചെയ്യണമെന്ന് തോന്നി, കാരണം എനിക്ക് കണ്ണ് ചൊറിച്ചിലായിരുന്നു. എന്നാലും പിന്നെ കുഴപ്പമില്ല വെച്ചിട്ട് ഞാനത് യൂസ് ചെയ്തു. അതിന് ശേഷം ഞാൻ മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 02 വൈനാണ് കേട്ടോ ഷെയ്ഡ്. നല്ല അടിപൊളി ഒരു ഡാർക്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതിന് ശേഷം ഞാനൊരു പൊട്ട് വെക്കുന്നുണ്ട്. ഒരു ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖം തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഡാർക്ക് ലിപ്സ്റ്റിക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിന് ശേഷം ഞാൻ ഈ ഡ്രസ്സ് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു വാച്ചൊക്കെ ഇട്ടി മുടി ഞാൻ അയച്ചിടാണ് ഞാൻ ചെയ്യുന്നത്. മുടി ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് ഈരി സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോഴേ ആകെ ഇങ്ങനെ ഇതായിട്ടിരിക്കും. പിന്നെ വോളിയം തോന്നും കേട്ടോ അങ്ങനെ കെട്ടി വെച്ച് നമ്മൾ അയച്ചിടുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.